Hi guys, I'm Aisha Amir and I'll be talking about hypoxia. അപ്പോൾ ഹൈപ്പോക്സിയ എന്ന് പറഞ്ഞാൽ എന്താ ആ വേർഡിൽ തന്നെ ഉണ്ട് ഹൈപ്പോ ഓക്സിയ. ഹൈപ്പോ എന്ന് പറഞ്ഞാൽ എന്തോ ഓക്സിജൻ്റെ അളവിലുള്ള എന്തോ ഒരു കുറവാണ് ഹൈപ്പോക്സിയ. Coming to the definition of hypoxia, it is the oxygen deficiency at the tissue level. ബ്ലഡിൽ ഓക്സിജൻ കുറവല്ല, പക്ഷേ ടിഷ്യൂവിൽ ഉള്ള ഓക്സിജൻ്റെ സാച്ചുറേഷൻ കുറയുമ്പോഴാണ് ഹൈപ്പോക്സിയ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ മോർ കറക്റ്റ് ടേം ദെൻ അനോക്സിയ. അനോക്സിയ എന്ന് വെച്ചാൽ ടിഷ്യൂവിൽ ഓക്സിജനേ ഇല്ല. ആ ഒരു കണ്ടീഷനെ നമ്മൾ വിളിക്കുന്ന അനോക്സിയ എന്ന്. Hypoxia is classified into 4 types: hypoxic hypoxia, anemic hypoxia, stagnant hypoxia and histotoxic hypoxia. ഓക്കെ, ഈ 4 ടൈപ്സ് ആയിട്ടാണ്. ഇപ്പോൾ ഈ ക്ലാസിഫിക്കേഷൻ്റെ ബേസിസ് എന്താണെന്ന് നോക്കാം. ഈ ഓരോ ക്ലാസിഫിക്കേഷൻ്റെയും അർത്ഥം എന്താണെന്ന് നോക്കാം. ആദ്യം വരുന്നത് ഹൈപ്പോക്സിക് ഹൈപ്പോക്സിയ. ഹൈപ്പോക്സിക് ഹൈപ്പോക്സിയ എന്ന് പറഞ്ഞാൽ പാർഷ്യൽ പ്രഷർ ഓഫ് ആർട്ടീരിയൽ ബ്ലഡ് ഇസ് റെഡ്യൂസ്ഡ്. മീൻസ് PO2 നമ്മളെ ബ്ലഡിലത്തെ ആർട്ടറിയിലുള്ള ബ്ലഡിലത്തെ PO2 കുറയുമ്പോഴേക്കാണ് ഹൈപ്പോക്സിക് ഹൈപ്പോക്സിയ എന്ന് പറയാം. നെക്സ്റ്റ് ഇസ് അനീമിക് ഹൈപ്പോക്സിയ. ആർട്ടീരിയൽ PO2 ഇസ് നോർമൽ, പക്ഷേ amount ഓഫ് ഹീമോഗ്ലോബിൻ അവൈലബിൾ ടു ക്യാരി ദിസ് ഓക്സിജൻ ഇസ് റെഡ്യൂസ്ഡ്. എന്ന് വെച്ചാൽ ഓക്സിജൻ്റെ പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ ബ്ലഡ് ഇസ് നോർമൽ, പക്ഷേ നമ്മളെ ടിഷ്യൂക്ക് വേണ്ടതോളം ഓക്സിജൻ ഡെലിവർ ചെയ്യാൻ പറ്റുന്നില്ല. എന്തുകൊണ്ട്? ഹീമോഗ്ലോബിൻ്റെ കുറവുണ്ടതുകൊണ്ട്. ഇനി മൂന്നാമത്തെ ടൈപ്പിലേക്ക് പോവാം. ദാറ്റ് ഈസ് സ്റ്റാഗ്നൻറ്റ് ഓർ ഇസ്കീമിക് ഹൈപ്പോക്സിയ. ദ ബ്ലഡ് ഫ്ലോ ടു എ ടിഷ്യൂ ഇസ് സോ ലോ ദാറ്റ് adequate oxygen is not delivered to it despite a normal PO2 and hemoglobin concentration. എന്ന് വെച്ചാൽ ടിഷ്യൂ പെർഫ്യൂഷൻ കുറയുമ്പോഴേക്കാണ്. ലൈക്ക് ഡീറ്റെയിൽസിലേക്ക് നമ്മൾ പിന്നെ വരുന്നുണ്ട്. ബ്ലഡ് സർക്കുലേഷൻ്റെ എന്തെങ്കിലും കാരണം വെച്ച് ടിഷ്യൂവിൽ ഓക്സിജൻ്റെ അളവ് കുറയുമ്പോഴേക്കാണ് സ്റ്റാഗ്നൻറ്റ് ഓർ ഇസ്കീമിക് ഹൈപ്പോക്സിയ എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ ഉണ്ടാകുന്നത്. നാലാമത്തെ ക്ലാസിഫിക്കേഷനാണ് ഹിസ്റ്റോടോക്സിക് ഹൈപ്പോക്സിയ. In histotoxic hypoxia, the amount of oxygen delivered to a tissue is adequate, but the tissue cells cannot make use of the oxygen supplied to them. മനസ്സിലായോ? എന്ന് വെച്ചാൽ സർക്കുലേഷനും ഉണ്ട്, ഹീമോഗ്ലോബിനും ഉണ്ട്, PO2 നോർമലാണ്, പക്ഷേ ടിഷ്യൂ അതിന് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നില്ല. ഈ ഒരു കണ്ടീഷനാണ് ഹിസ്റ്റോടോക്സിക് ഹൈപ്പോക്സിയ എന്ന് പറയാം. ഇനി ഹൈപ്പോക്സിക് ഹൈപ്പോക്സിയ എങ്ങനെയാണ് ഉണ്ടാവുക, അതിൻ്റെ പാത്തോഫിസിയോളജിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഇപ്പോൾ അറ്റ്മോസ്ഫിയറിൽ PO2 കുറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ യൂഷ്വലി PO2 അറ്റ്മോസ്ഫിയറിൽ കുറയുമ്പോഴേക്കും നമ്മൾ ബ്ലഡിലുള്ള PO2 കുറയും. അപ്പോൾ peripheral chemoreceptors will be activated, which stimulates the respiratory system to increase the partial pressure of oxygen. അപ്പോൾ ഹൈപ്പർ വെൻറ്റിലേഷൻ ഉണ്ടാവും. ഓക്കെ, മീൻസ് ഓക്സിജൻ എത്രത്തോളം നമുക്ക് അകത്തേക്ക് എടുക്കാൻ പറ്റുമോ അത്രത്തോളം എടുക്കാൻ വേണ്ടിയിട്ട് ഹൈപ്പർ വെൻറ്റിലേഷൻ ഉണ്ടാവും. പക്ഷേ ഈ ഹൈപ്പർ വെൻറ്റിലേഷൻ കാരണം കാർബൺ ഡൈ ഓക്സൈഡ് വാഷ് ഔട്ടും ഉണ്ടാവും. അപ്പോൾ PCO2 in blood is reduced. This shifts the oxygen hemoglobin dissociation curve to the left. ലെഫ്റ്റിലേക്ക് ഷിഫ്റ്റായ എന്താവാം, റിലീസ് ഓഫ് ഓക്സിജൻ ടു ടിഷ്യൂസ് വിൽ ബി റെഡ്യൂസ്ഡ്. അപ്പോൾ ടിഷ്യൂ ഹൈപ്പോക്സിയ വിൽ ഹാപ്പൻ ഇൻ ആൻ ഇൻക്രീസ്ഡ് എമൗണ്ട്. ഈ ഹൈപ്പോക്സിക് ഹൈപ്പോക്സിയ വരുമ്പം അതിൻ്റെ കോമ്പൻസേറ്ററി ചേഞ്ചസ്, നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്ന കോമ്പൻസേറ്ററി ചേഞ്ചസ് എന്തൊക്കെയാണെന്ന് നോക്കാം. there will be hypoxic stimulation of respiration, അതാണ് ഹൈപ്പർ വെൻറ്റിലേഷൻ ഉണ്ടാകുന്നത്. പിന്നെ ആൽക്കലൈൻ യൂറിൻ, കാരണം എന്താ, there will be കാർബൺ ഡയോക്സൈഡ് വാഷ് ഔട്ട്, അപ്പോൾ എന്താവും, ബൈകാർബണേറ്റ്സ് ഒക്കെ കുറയും. അപ്പോൾ ആസിഡിക്ക് പോയിട്ട് ആസിഡ് എല്ലാം പോയി, അപ്പോൾ ബാക്കി വരുന്നത് എന്താ, ആൽക്കലൈൻ യൂറിൻ. അങ്ങനെ മനസ്സിലാക്കിയാൽ മതി. ഇത് എളുപ്പമാണ്, ജസ്റ്റ് ഒന്ന് റിലേറ്റ് ചെയ്ത് പഠിച്ചാൽ മതി. പിന്നെന്താവും, റൈസ് ഓഫ് ബ്ലഡ് പ്രഷർ ഉണ്ടാവും, കാരണം ഓക്സിജൻ എന്തായാലും കുറവാണല്ലോ. അപ്പോൾ എത്രത്തോളം ടിഷ്യൂലേക്ക് പറ്റുന്നിടത്തോളം ഓക്സിജൻ സപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബോഡി BP കൂട്ടുന്നത്. ദെൻ ദേ വിൽ ബി പോളിസൈത്തീമിയ ഓൾസോ, ബിക്കോസ് ഇതൊരു ബോഡീൻ്റെ ഒരു കോമ്പൻസേറ്ററി മെക്കാനിസമാണ്. എത്രത്തോളം PO2 ഉണ്ടോ, എത്രത്തോളം ഓക്സിജൻ ഉണ്ടോ അറ്റ്മോസ്ഫിയറിൽ, അത്രത്തോളം നമ്മുടെ ബോഡിക്ക് മാക്സിമം എമൗണ്ട് യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോളിസൈത്തീമിയ ഉണ്ടാവാം.
There will also be an increase in 2,3 DPG in the red blood cells. നെക്സ്റ്റ് നമ്മൾ വരുന്നത് അനീമിക് ഹൈപ്പോക്സിയയിൽ. ഇതിൽ ആർട്ടീരിയൽ PO2 is normal, but amount of hemoglobin available to carry the oxygen is reduced. എന്ന് വെച്ചാൽ എന്താ, PO2 നോർമലാണ്, പക്ഷേ ഈ ഈ O2 കൊണ്ടുപോകാൻ ഹീമോഗ്ലോബിൻ ഇല്ല. മനസ്സിലായോ? അനീമിയ കോസസ് നോക്കിക്കോ. ഇതിൻ്റെ കോസസാണ് അനീമിയ, അല്ലെങ്കിൽ ഹെമറേജ് ഫോളോയിങ് എ ട്രോമ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഹെമറേജ് ഉണ്ടാവാം, അല്ലെങ്കിൽ അബ്നോർമൽ ഹീമോഗ്ലോബിൻ ഉണ്ടാവും, ലൈക്ക് മെത്ത് ഹീമോഗ്ലോബിൻ വേർ അയൺ ഇസ് ഇൻ ഫെറിക് ഫോം ഇൻസ്റ്റെഡ് ഓഫ് ദ ഫെറസ് ഫോം, അല്ലെങ്കിൽ HbS ഉണ്ടാവും, ദാറ്റ് ഇസ് സിക്കിൾ സെൽ ഹീമോഗ്ലോബിൻ, അല്ലെങ്കിൽ കാർബൺ മോണോക്സൈഡ് പോയ്സണിങ്ങിലൊക്കെ ഉണ്ടാകുന്ന ഒരു കണ്ടീഷനാണ് അനീമിക് ഹൈപ്പോക്സിയ. ഇതിൻ്റെ പാത്തോഫിസിയോളജി ഇതിൻ്റെ പാത്തോഫിസിയോളജി നോക്കുന്നുണ്ടെങ്കിൽ അറ്റ് റെസ്റ്റ് ഹൈപ്പോക്സിയ ഈസ് നോട്ട് സിവിയർ, പക്ഷേ ഇൻ അനീമിയ ദർ ഇസ് മോർ 2,3 DPG വിച്ച് റിലീസസ് O2 ഫ്രം HB. പക്ഷേ എക്സസൈസിൽ എന്താവും, ഓക്സിജൻ ഡിമാൻഡ് കൂടുമല്ലോ ടിഷ്യൂസിന്, അപ്പോൾ മോർ ഓക്സിജൻ ഇസ് കൺസ്യൂംഡ്, അപ്പോൾ സിവിയർ ഹൈപ്പോക്സിയ ഡെവലപ്പ് ചെയ്യും. ഇത് നമ്മളിങ്ങനെ ജസ്റ്റ് റിലേറ്റ് ചെയ്ത് പഠിച്ചാൽ മതി, വലിയ റോക്കറ്റ് സയൻസ് ഒന്നും അല്ല, ജസ്റ്റ് ഒന്നിങ്ങനെ നമുക്ക് ബേസിക്കായിട്ട് അറിയുന്ന എല്ലാ കാര്യങ്ങളും ഇങ്ങനെ റിലേറ്റ് ചെയ്ത് പഠിച്ചാൽ മതി. ഫിസിയോളജി എന്ന് പറയുന്ന ടോപ്പിക് എന്ന് വെച്ചാൽ ഭയങ്കര എളുപ്പമാണ്, ജസ്റ്റ് ബേസിക്സ് നല്ല തറവായിരിക്കുക, ബാക്കി നമ്മൾ റിലേറ്റ് ചെയ്ത് പഠിക്കുകയാണ് ഇനി ഏത് സിസ്റ്റമിലേക്ക് വരുന്നുണ്ടെങ്കിൽ. ഓക്കെ, നെക്സ്റ്റ് കോമ്പൻസേറ്ററി ചേഞ്ചസ് ഇൻ അനീമിക് ഹൈപ്പോക്സിയ. ഹൈപ്പർ ഡൈനാമിക് സർക്കുലേഷൻ ഉണ്ടാവും, ഇൻക്രീസ്ഡ് കാർഡിയാക് ഔട്ട്പുട്ട്, ഇൻക്രീസ്ഡ് ഹാർട്ട് റേറ്റ്, അതൊക്കെ ഉണ്ടാവും, ഇൻക്രീസ്ഡ് സ്പീഡ് ഓഫ് ബ്ലഡ് ഫ്ലോ സോ ദാറ്റ് ദി സെയിം ഹീമോഗ്ലോബിൻ ക്യാൻ ബി യൂസ്ഡ് റിപ്പീറ്റഡ്ലി ടു ട്രാൻസ്പോർട്ട് ദി ഓക്സിജൻ. ഹീമോഗ്ലോബിൻ കുറവാണല്ലോ അനീമിയയിൽ, അപ്പോൾ പെട്ടെന്ന് തന്നെ ടിഷ്യൂ കൊണ്ടുപോയി ഓക്സിജൻ കൊടുക്കുക, നെക്സ്റ്റ് ടേണിലേക്ക് ഇങ്ങോട്ട് വന്ന് ഓക്സിജൻ ലങ്സിൽ നിന്ന് എടുത്തുകൊണ്ട് പോവുക, വീണ്ടും ടിഷ്യൂ കൊടുക്കുക, അതാണ് ഉണ്ടാവുക. പിന്നെ റൈസ് ഇൻ 2,3 DPG ഉണ്ടാവും, എരിത്രോപോയസിസ് കൂടുതൽ ഉണ്ടാവും, കാരണം എരിത്രോപോയറ്റിൻ റിലീസ് ചെയ്യും in order to correct the anemia that is already an underlying cause. നെക്സ്റ്റ് വരുന്നത് സ്റ്റാഗ്നൻറ്റ് ഹൈപ്പോക്സിയ. ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയേണ്ടതൊന്നുമില്ല, ജസ്റ്റ് ഇങ്ങനെ മനസ്സിലാക്കി വെക്കാം. സർക്കുലേഷനിൽ വരുന്ന പ്രശ്നത്തിലാണ് എന്ന് വെച്ചാൽ ഡിക്രീസ്ഡ് ബ്ലഡ് ഫ്ലോ ഓർ സ്ലഗ്ഗിഷ് ഫ്ലോ ടു ദി ടിഷ്യൂസ് സോ ദാറ്റ് ഇൻഎഡിക്വറ്റ് ഓക്സിജൻ സപ്ലൈ ടു ദ ടിഷ്യൂസ്. ഇതിൻ്റെ കോസസ് ആണ് കൺജസ്റ്റീവ് കാർഡിയാക് ഫെയിലിയർ, സർക്കുലേറ്ററി ഫെയിലിയർ, ഹെമറേജ്, ഷോക്ക്, വീനസ് ഒബ്സ്ട്രക്ഷൻ. ഇതൊക്കെ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കാം. ഇത് മെയിനായിട്ട് ഹൈപ്പോക്സിയ വൈവേലൊക്കെ ചോദിക്കാറുണ്ട്, തിയറിക്കും ചോദിക്കാറുണ്ട്. വൈവേൽ എന്തായാലും ചോദിക്കുന്നൊരു ക്വസ്റ്റ്യനാണ് ഹൈപ്പോക്സിയ. നെക്സ്റ്റ് വരുന്നത് ഹിസ്റ്റോടോക്സിക് ഹൈപ്പോക്സിയ. ഹിസ്റ്റോടോക്സിക് ഹൈപ്പോക്സിയയിൽ ഓക്സിജൻ ഡെലിവേർഡ് ടു ദ ടിഷ്യൂസ് ഇസ് നോർമൽ, സർക്കുലേഷനും നോർമലാണ്, PO2 നോർമലാണ്, ഹീമോഗ്ലോബിനും നോർമലാണ്, പക്ഷേ ടിഷ്യൂ കനോട്ട് യൂട്ടിലൈസ് ദി ഓക്സിജൻ ദാറ്റ് ഈസ് ദെയർ. അതിൻ്റെ കോസസ് നോക്കിക്കോ. സൈനൈഡ് പോയ്സണിങ്ങിൽ സൈനൈഡ് ബ്ലോക്സ് ദി ആക്ഷൻ ഓഫ് സൈറ്റോക്രോം ഓക്സിഡേസ് എൻസൈം. ഇത് നമുക്ക് ബയോകെമിസ്ട്രിയിൽ ഓൾറെഡി പഠിച്ചതാണല്ലോ. അപ്പോൾ അത് പറയുക, ഹൊറിസോണ്ടൽ ഇൻറ്റിഗ്രേഷൻ അങ്ങനെയൊക്കെ ഉണ്ടല്ലോ, ഇപ്പോൾ പുതിയ CBME കരിക്കുലം അനുസരിച്ച് അങ്ങനെയാണല്ലോ. അപ്പോൾ ജസ്റ്റ് റിലേറ്റ് ചെയ്ത് പഠിക്കാൻ നോക്കാം. സൈനൈഡ് ബ്ലോക്സ് ദി ആക്ഷൻ ഓഫ് സൈറ്റോക്രോം ഓക്സിഡേസ് എൻസൈം completely, so tissues cannot utilize the oxygen. അല്ലെങ്കിൽ രണ്ടാമത്തെ കോസ് vitamin B deficiency or beriberi, where also several important steps of oxygen utilization are blocked. നെക്സ്റ്റ് ഈ ഹൈപ്പോക്സിയയിൽ തന്നെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ടോപ്പിക്കാണ് സയനോസിസ്. ദ ടേം സയനോസിസ് മീൻസ് ബ്ലൂനെസ് ഓഫ് ദി സ്കിൻ. സയാനോ എന്ന് പറഞ്ഞാൽ ബ്ലൂ എന്നറിയാമല്ലോ, അപ്പോൾ ബ്ലൂനെസ് ഓഫ് സ്കിൻ, and it causes excessive amounts of deoxygenated hemoglobin in the skin, in the blood vessels of the skin, especially the capillaries. This deoxygenated hemoglobin has an intense dark blue or purple color which is transmitted through the skin. അതാണ് നമുക്ക് ബ്ലൂയിഷ് കളർ സ്കിന്നായിട്ട് കാണുന്നത്. In general, definite cyanosis appears whenever the arterial blood contains more than 5 grams of deoxygenated hemoglobin in each 100 ml of blood. ഇപ്പോൾ നോർമൽ ഹീമോഗ്ലോബിൻ ലെവൽ നോക്കിയാൽ ഒരു 12.5 to 14.5 ആണല്ലോ. ഒരു ആവറേജ് നോക്കുകയാണെങ്കിൽ മെയിലും ഫീമെയിലും ഇങ്ങനെ വേറെ പറയുന്നില്ല. അപ്പോൾ അതിൽ 11.5 എന്നുള്ളത് 5
gram of hemoglobin, അതിലത്തെ 5 gram of hemoglobin ഡീഓക്സിജനേറ്റഡ് ആയിക്കഴിഞ്ഞാൽ സൈനോസിസ് കാണപ്പെടും. ഇനി മെയിനായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിയേണ്ടതാണ് സൈനോസിസ് ഇസ് സീൻ ഇൻ പോളിസൈത്തീമിയ. പക്ഷേ അനീമിയയിൽ കാണൂല. എന്തുകൊണ്ട്? പേഴ്സൺ വിത്ത് അനീമിയ ഓൾമോസ്റ്റ് നെവർ ബിക്കം സൈനോട്ടിക് ബിക്കോസ് ദർ ഇസ് നോട്ട് ഇനഫ് ഹീമോഗ്ലോബിൻ ഫോർ ദാറ്റ് 5 grams ടു ബി ഡീഓക്സിജനേറ്റഡ്. മനസ്സിലായോ? ഹീമോഗ്ലോബിൻ ഇല്ല, പിന്നെ ആ കളർ എവിടുന്ന് വരാനാ? ഓക്കെ. ഇൻ പേഴ്സൺ വിത്ത് എക്സസ് RBCs as occurs in polycythemia vera, the great excess of available hemoglobin that can become deoxygenated leads frequently to cyanosis. അത് പോളിസൈത്തീമിയ വരയിൽ പെട്ടെന്ന് തന്നെ സൈനോസിസ് ആയിട്ട് കാണും. ഓക്കെ. Okay, coming to hypoxic hypoxia, less arterial PO2 is there. അപ്പം എന്താവും? റെഡ്യൂസ്ഡ് ഹീമോഗ്ലോബിൻ കൂടുതലുണ്ടാവും. അപ്പം സൈനോസിസ് കാണപ്പെടും. Whereas in stagnant hypoxia, due to slow blood flow, more oxygen is extracted from blood, so more reduced hemoglobin, so cyanosis is seen. അപ്പോൾ hypoxiaയിലും stagnant hypoxiaയിലും നമുക്ക് സൈനോസിസ് കാണപ്പെടും. പക്ഷേ അനീമിക് ഹൈപ്പോക്സിയയിൽ സൈനോസിസ് കാണപ്പെടില്ല. എന്തുകൊണ്ട്? അനീമിക് ഹൈപ്പോക്സിയയിൽ ഹീമോഗ്ലോബിൻ്റെ അളവ് തന്നെ കുറവാണ്. അതുകൊണ്ട് അനീമിക് ഹൈപ്പോക്സിയയിൽ സൈനോസിസ് കാണപ്പെടില്ല. ഇത് ഒരു ഇമ്പോർട്ടൻറ്റ് ടേമാണ്, എപ്പോഴും വൈവക്കൊക്കെ ചോദിക്കുന്നൊരു ക്വസ്റ്റ്യനാണ്. Whereas in histotoxic hypoxia, there is no oxygen used, so there is no reduced hemoglobin produced, so there is no cyanosis. ഇങ്ങനെ റിലേറ്റ് ചെയ്ത് പഠിച്ചാൽ മതി. ഓക്കെ, താങ്ക് യു.